السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون. صدق الله مولانا العظيم. ما بعث الله نبيا إلا حسن الصوت. صدق رسول الله. لاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثتي في كل نائبة إلا من الله. അർഹമുർറാഹിമായ നാഥൻ അവൻ്റെ സജ്ജനങ്ങളിൽ ഈ പാവപ്പെട്ട നമുക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ത്വഅത്തിലൂടെ മുന്നേറാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്മകളോടുള്ള താൽപ്പര്യവും തിന്മകളോടുള്ള വെറുപ്പും ഉള്ള വിശ്വാസികൾ, അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പാപക്കറകളിൽ നിന്ന് സംശുദ്ധരായി പരിപൂർണ വിശ്വാസികളായി നിയമവിലക്കുകൾ മാനിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാനും അവസാനം പൂർണ്ണ മുഅ്മിനായി തന്നെ മരണപ്പെടാനും പടച്ച തമ്പുരാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു ബറക്കത്ത് അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. വിജയം ഇരുലോകത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് ശമനം നൽകുമാറാകട്ടെ. പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ ത്വഅത്തിലൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സമ്മാനിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും സ്വർഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, കലകളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധമാണ് ഏതാനും ആഴ്ചകളായി നാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ പ്രാകൃതമാണെന്നും
ഉല്ലാസത്തിനും സന്തോഷത്തിനും വകതരാത്ത കാടൻ നിയമങ്ങളാണ് ശരീഅത്തിൻ്റേത് എന്നൊക്കെ മുറവിളി കൂട്ടുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം വിശ്വാസികളായ നമ്മളെല്ലാവരും കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ചുരുങ്ങിയ നിലയിലാണെങ്കിലും ഇവിടെ സംസാരിക്കാൻ ഈ വിനീതൻ മനസ്സിൽ തീരുമാനിച്ചത്. മാനവന്റെ മനസ്സിന്റെ സങ്കോചങ്ങൾ മാറ്റാനുള്ള അവസരം പരിശുദ്ധ ദീനുൽ ഇസ്ലാം സമ്മാനിക്കുന്നുണ്ട്, അവസരം നൽകുന്നുണ്ട്. ഏറ്റവും വലിയ ഭക്തിയും അള്ളാഹുവിലുള്ള ഭയവുമുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തിരുനബിയുടെ ജീവിതം പരിശോധിച്ചാൽ പഠിച്ചാൽ നമുക്ക് വ്യക്തമാകും, എല്ലാം അവിടുത്തെ ജീവിതത്തിലുണ്ട്. സകല നന്മകളും സന്തോഷത്തിനും ആഹ്ലാദത്തിനും വകയുള്ള സകലതും പുന്നാര നബിയുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാനാകും. എല്ലാ ഹദീസുകളും പ്രവാചകരുടെ ജീവിതത്തെക്കുറിച്ച് വന്ന ഹദീസുകളെ കുറിച്ചൊരു പഠനം നടത്തിയിട്ട് ആ ഹദീസുകളിൽ നിന്ന് കിട്ടിയ പാഠം മുൻഗാമികളായ ഇമാമുമാർ നമുക്ക് രേഖപ്പെടുത്തി വെച്ച് തന്നിരിക്കുന്നു. ബയാനു ജുംലത്തിൻ മിൻ മഹാസിനി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്തി ജമഅഹൽ ഉലമാഉ മിനൽ അഖ്ബാർ. ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആ ഹദീസിന്റെ പാഠം ഗ്രഹിച്ച ഇമാമുമാർ നബിയുടെ സൽസ്വഭാവം അത് വ്യക്തമായി അക്കമിട്ട് എണ്ണിപ്പറഞ്ഞ് വിവരിച്ചു തന്നിരിക്കുന്നു. എന്താണ് നബിയുടെ സ്വഭാവം? അതിലെ ചിലത് നമുക്കിവിടെ സംസാരിക്കാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലമന്നാസ് വഅശ്ജഅന്നാസ് വഅഅദലന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സഹിഷ്ണുതയുള്ള വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടത്തെ പോലെ ഒരു കൃപ, ഒരു സഹിഷ്ണുത മറ്റൊരു മനുഷ്യനിലും ലോകം കണ്ടിട്ടില്ല. വഅശ്ജഅന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധീരരായിരുന്നു അവിടുന്ന്. വഅഅദലന്നാസ്, ഏറ്റവും കൂടുതൽ നീതിബോധമുള്ള മനുഷ്യരായിരുന്നു അവിടുന്ന്. മാത്രമല്ല വകാന അസ്ഖന്നാസ്, ഉദാര സ്വഭാവം, അവിടത്തെ പോലെ ഉദാര സ്വഭാവമുള്ള ഒരു മനുഷ്യനും ലോകത്ത് വന്നിട്ടില്ല. അത്രയും ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നവരായിരുന്നു അവിടുന്ന്. ലാ യബീതു ഇൻദഹു ദിർഹമുൻ വലാ ദീനാർ. ആവശ്യക്കാരൻ മുന്നിൽ വന്നിട്ടും ഒരു രൂപ പോലും സൂക്ഷിച്ചു വെക്കുന്ന പതിവ്. അത്യാവശ്യക്കാർ വന്നാൽ അപ്പോൾ തന്നെ ദാനം ചെയ്യും. സൂക്ഷിച്ചു വെക്കുന്ന പതിവ് നബിയുടെ കൂടെ ഒരു ദിർഹമോ ദീനാറോ ഒരു രാവിലും കൂടെ പാർത്തിട്ടില്ല, കൂടെ താമസിച്ചിട്ടില്ല എന്നാണ് ഹദീസ്. മാത്രമല്ല ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങൾ പരിധി നോക്കുമ്പോ വകാന യഖ്സിഫുന്ന അലാ, ആ പരിശുദ്ധമായ കൈകൊണ്ട് ചെരിപ്പ് തുന്നിയിരുന്നു. വകാന യഖ്ദിമു ഫീ മിഹ്നതി അഹ്ലിഹി, വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരുന്നു. അടുക്കള ജോലികളിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നു. യഖുമ്മു ബൈതഹു വയഹ്ലിബു ശാതഹു വയഖ്തഉൽ ലഹമ മഅഹുന്ന, വീട് അടിച്ചു വാരുകയും ഇറച്ചി കഷ്ണിക്കുകയും കാലികളെ കറക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല വകാന അശദ്ദന്നാസി ഹയാ, ജനങ്ങളിൽ ഏറ്റവും ലജ്ജയുള്ള ആളായിരുന്നു നബി. ഏറ്റവും കൂടുതൽ നാണമുള്ള തിന്മകളുടെ ഭാഗത്തേക്ക് പോകാൻ നാണിക്കുന്ന ലജ്ജയുള്ള വ്യക്തിത്വമായിരുന്നു അവിടുത്തെ വ്യക്തിത്വം. മാത്രമല്ല വകാന യുജീബു ദഅവത്തൽ അബ്ദി, പാവപ്പെട്ട ഫഖീർ ക്ഷണിച്ചാലും അടിമ ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിക്കുന്ന വിശാല മനസ്കത പുന്നാര നബിക്കുണ്ടായിരുന്നു. വലിയ ആളുകളുടെ ക്ഷണം സ്വീകരിച്ച്
പാവപ്പെട്ടവരുടെ ക്ഷണം നിരസിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. മാത്രമല്ല വയഖ്ബിലുൽ ഹദിയ, നബിക്കാരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ആ സമ്മാനത്തിന്റെ വണ്ണവലിപ്പം നോക്കാതെ, അതിന്റെ നിലവാരവും വിലയും നോക്കാതെ ആ സമ്മാനം സ്വീകരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അതാണ് വിനയം. ഒരാളൊരു ഗിഫ്റ്റ് തരുമ്പോൾ നിന്റെ ഈ 5 പൈസന്റെ സാധനം അതൊന്നും വാങ്ങിക്കാൻ മാത്രമല്ല ഞാൻ, അത് കിബറാണ്. ഹദീസിൽ കാണാ, ഒരു ജീവിയുടെ ഇറച്ചിയുടെ ഏതെങ്കിലും കഷ്ണം കിട്ടിയാൽ അല്ലെങ്കിൽ ശകലം പാൽ ആരെങ്കിലും കൊടുത്താൽ വയഖ്ബിലുൽ ഹദിയ, മാത്രമല്ല വയഗ്ളബു ലിറബ്ബിഹി, നബി തങ്ങൾക്ക് ഇടക്ക് ദേഷ്യം വരാറുണ്ട്, ദേഷ്യം നബി തങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ആ ദേഷ്യം എന്തിനാ? ലിറബ്ബിഹി, പടച്ചവന് വേണ്ടി ദേഷ്യപ്പെടുക. ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടല്ല, പടച്ചവന് വേണ്ടി ദേഷ്യപ്പെടൽ എങ്ങനെയാ? തിന്മ കാണുമ്പോൾ ബോധപൂർവം ദേഷ്യപ്പെടുക, ബോധപൂർവം, വികാരം പറഞ്ഞിട്ടുള്ള ദേഷ്യമല്ല. വലാ യഗ്ളബു ലിനഫ്സിഹി, മനസ്സിന്റെ പ്രേരണയോടെ ഒരിക്കലും അവിടുന്ന് കോപം പ്രകടിപ്പിച്ചിട്ടേ ഇല്ല. മനസ്സിലെ വികാരമായ കോപം അത് തലപൊക്കുമ്പോൾ അത് പ്രകടിപ്പിച്ച സ്വഭാവം പ്രകടിപ്പിക്കുന്ന അവസ്ഥ നബിക്ക് ഇല്ല തന്നെ. വയഊദുൽ മർലാ വയശ്ഹദുൽ ജനായിസ്, നല്ല പഠനാണിത്. ഹദീസിൽ അവിടെയും ഇവിടെയും പല ഭാഗങ്ങളിലുമായാണ് പുണ്യനബിയുടെ സ്വഭാവം കാണുക. പക്ഷെ ഇത് ആ സ്വഭാവം മാത്രം ഇമാമിങ്ങൾ ഹദീസിൽ നിന്ന് ക്രോഡീകരിച്ച് എഴുതി വെച്ചതാണ്. വയഊദുൽ മർലാ, സ്വഹാബത്ത് എന്ന് വേണ്ട ജൂതന്മാരായ ആളുകളാണെങ്കിലും ശരി, ആദർശത്തെ ചോദ്യം ചെയ്തവരാണെങ്കിലും ശരി, അയൽക്കാരും പരിചയക്കാരുമാണെങ്കിൽ വയഊദുൽ മർലാ, രോഗികളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. വയശ്ഹദുൽ ജനായിസ്, ജനാസ സംസ്കരണത്തിൽ സാക്ഷിയാകാറുണ്ടായിരുന്നു. തീർന്നില്ല, വയംശി വഹദഹു ബൈന അഅദാഇഹി ബിലാ ഹാരിസിൻ, ശത്രുക്കൾക്കിടയിലൂടെ ഒറ്റക്ക് തന്നെ, ശത്രുക്കളുടെ മുന്നിലൂടെ ഒറ്റക്ക് തന്നെ നടക്കാറുണ്ടായിരുന്നു. ബിലാ ഹാരിസിൻ, ഒരു ബ്ലാക്ക് കാറ്റിന്റെ പ്രൊട്ടക്ഷനോ ഒരു ഭടന്മാരുടെ സഹായമോ ഇല്ലാതെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത്. ചരിത്രം കണ്ട ഔലിയാക്കളും ഖുലഫാക്കളും ഒക്കെ മിക്കവാറും അങ്ങനെ യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ അതിന്റെ സെറ്റപ്പ് ഉണ്ടാവും. അല്ലാതെ ജനങ്ങളുടെ അള്ളാഹു കാക്കും, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ താഗൂത്തുകളെ പിന്താങ്ങുന്നത്, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നത്, രക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്? പടച്ചവന് ഇച്ചിരി വിശ്വാസം ഉണ്ടെങ്കിൽ ആലോചിക്കേണ്ട വിഷയ. ബിലാ ഹാരിസിൻ, ഒരു പാറാവുകാരൻ കൂടെ ഇല്ലാത്ത നിലയിൽ ഖുറൈശികൾ ആരാ, അവരുടെ ശക്തി എന്താ, ചരിത്രം പഠിച്ച നമുക്കറിയാമല്ലോ. അവരുടെ മുന്നിലൂടെ യംശി വഹദ, ഒറ്റക്ക് നടക്കും. ബൈന അഅദാഇഹി ബിലാ ഹാരിസ്, മാത്രമല്ല അവിടത്തെ മുഞ്ചും അലങ്കാരവും പലപ്പോഴും സുന്ദരമായ വസ്ത്രമണിഞ്ഞ്, സുന്ദരമായ മേൽമുണ്ടണിഞ്ഞ്, വൃത്തിയായി തലപ്പാവ് കെട്ടി, മുടി വളർത്തിയത് വൃത്തിയായി ഭംഗിയായി ചീകി വെച്ചിട്ട്, ഏറ്റവും മൂല്യമുള്ള വിലയുള്ള അത്തർ പുരട്ടിയിട്ട്, നല്ല ഭംഗിയുള്ള ചെരിപ്പണി അണിഞ്ഞ് നടക്കുന്ന നബി തങ്ങൾ വമറത്തൻ, മറ്റു ചില സാഹചര്യങ്ങളിൽ യംശി റാജിലൻ ഹാഫിലൻ ബിലാ റിദാഇൻ വലാ ഇമാമത്തിൻ വലാ ഖലൻസുവ, അങ്ങനെ നല്ല മൊഞ്ചായിട്ട് നടക്കുന്ന നബി എപ്പോഴും അങ്ങനെയല്ല. വമറത്തൻ യംശി റാജിലൻ ഹാഫിയ, ചെരുപ്പില്ലാതെ നടക്കും. കാൽനട ട്രാൻസ്പോർട്ട്, വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് വാഹനം വേണ്ടെന്ന് വെച്ച് റാജില, കാലുകൊണ്ടു തന്നെ യാത്ര ചെയ്യും. ഹാഫിയ, കാലിലാണെങ്കിൽ ചെരുപ്പില്ല. ബിലാ റിദാഇൻ, മേൽമുണ്ടില്ല. വലാ ഇമാമത്തിൻ, തലപ്പാവില്ല. വലാ ഖലൻസുവത്തിൻ, തൊപ്പിയില്ല. അങ്ങനെ നടക്കുന്ന സമയം എത്രയെത്ര ഭാഗങ്ങൾ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, വയജ്തമിഉ മഅൽ ഫുഖറാഇ വൽ മസാകീൻ, മിസ്കീൻ ഫുഖറാഇന്റെ കൂടെ നബി ഇരിക്കും, അവരുമായി സഹവസിക്കും.
നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ മുതലാളിമാർ, ആരെയും വിമർശിക്കാനല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കൂടെ പാവപ്പെട്ട എത്ര പേര് നടക്കുന്നുണ്ട്, ഞാൻ എത്ര പാവങ്ങളുടെ കൂടെ സഹവസിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ റേഞ്ചിലുള്ള, എൻ്റെ നിലവാരത്തിലുള്ള ആളുകളല്ലല്ലോ ഞാൻ എങ്ങനെ അവരുമായി ഇടപഴകുക? തേർഡ് ക്ലാസ് പാർട്ടിയുമായി ഞാൻ എങ്ങനെ ഇടപഴകുക? ഞാൻ അതിന് മാത്രമൊന്നും അല്ലല്ലോ. അങ്ങനെയല്ല. വയുജാലിസുൽ ഫുഖറാ വൽ മസാകീൻ, ഇടത്തും വലത്തും പട്ടിണിപ്പാവങ്ങളും ദരിദ്രരുമാണ് മദീന പള്ളിയിലെ അന്തേവാസികളായ സുഫത്തിന്റെ അഹ്ലുകാർ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങൾ ഇടത്തും വലത്തും. തീർന്നില്ല. വയൽഹഖു മിൻ ഗൈരി ഖഹ്ഖഹത്തിൻ, നബി തങ്ങൾ ഇടയ്ക്കിടെ ചിരിക്കാറുണ്ട്. മിൻ ഗൈരി ഖഹ്ഖഹത്തിൻ, എന്നില്ലാത്ത തരത്തിൽ. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ അങ്ങനെ ചിരിച്ചുകൂടാ. ഏത് ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവം മുഅ്മിനിന്റെ സ്ഥിര സ്വഭാവമല്ല. പ്രകൃതിയാൽ അങ്ങനെയൊക്കെ വന്നു പോകും. അപ്പൊ നമ്മൾ അറിയാം ഇതൊരു ശരിയായ രീതിയല്ല, നമ്മൾ മനസ്സിലാക്കാം. ഇതിപ്പോ ചിരി കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതുണ്ട്, ഉണ്ടാക്കാതെ വരുന്നതുണ്ട്, ലറൂറിയായിട്ട് അങ്ങനെ ഉണ്ട്, കടന്നു വരുന്നതുണ്ട് അല്ലേ? പെട്ടെന്ന് നമ്മൾ പൊട്ടി, അപ്പൊ തന്നെ മഹാന്മാരൊക്കെ അങ്ങനെ പൊട്ടിച്ചിരിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാറുണ്ട് എന്നാണ്. അസ്തഗ്ഫിർ, പഠിച്ചവനെ ഇത് നിനക്ക് പൊരുത്തമില്ലെങ്കിൽ നീ എന്നോട് മാപ്പാക്കണമെന്ന പ്രാർത്ഥന അതിന്റെ പിറകിൽ തന്നെ. നബി തങ്ങൾ ചിരിക്കാറുണ്ട്. മിൻ ഗൈരി ഖഹ്ഖഹത്തിൻ, അതിന് എപ്പോഴൊക്കെ ചിരിക്കുക? ഗൗരവത്തോടെ ഇരിക്കുമ്പോഴും ചിരിക്കാൻ വകള്ള തമാശ കേട്ട അപ്പ ചിരിക്കും. നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ തമാശ കേട്ട നമുക്ക് ദേഷ്യം ഒന്നുകൂടി കൂടുതൽ ചെയ്യാം. ആദ്യം മനുഷ്യന് സുഖമില്ലാതിരിക്കുന്ന നേരത്ത് നിന്റെ ഒരു തമാശ, അങ്ങനെ പറയുമല്ലോ അല്ലേ? ദേഷ്യം വന്ന നേരത്ത് തമാശ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ? പറ്റാറില്ലല്ലോ. നമ്മുടെ അനുഭവം അതാണല്ലോ. പക്ഷെ നബി അങ്ങനെയല്ല. വലിയ ഗൗരവത്തിൽ സ്വഹാബത്തിനോട് ഗൗരവം കാണിച്ചിരിക്കുമ്പോഴും ചിരിക്കാൻ വകള്ളത് കേട്ട അപ്പ ചിരിക്കും. കാരണം എന്താ? നബിയെ നിയന്ത്രിക്കുന്നതൊരിക്കലും വികാരമല്ല, നബിയെ ചലിപ്പിക്കുന്നതൊരിക്കലും ദേഹേച്ഛകളല്ല. പുന്നാര നബിയെ നിയന്ത്രിക്കുന്നതും ചലിപ്പിക്കുന്നതും റബ്ബു തആലയുടെ നിയമസംഹിതയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ചിരിക്കും. ഗൗരവത്തോടെ ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്നങ്ങ് ചിരിക്കും. ഒരൊറ്റ സംഭവം, ഒരുപാട് സംഭവം ഹദീസിൽ കാണാം. വലഖദ് ജാഅഹു അഅറാബിയുൻ യൗമാ, ഒരു ദിവസം ഒരു ഗ്രാമീണൻ, ഒരു ബദവി, ഒരു കാട്ടുജാതി കടന്നു വന്നു. സ്വഹാബികൾ പറയാ, കടന്നു വന്നപ്പോ വഹുവ റസൂലുള്ളാഹ് മുതഗയ്യിറുൽ ലൗൻ, നബി ഞങ്ങളോട് ഗൗരവത്തോടെ മുഖത്തിന്റെ നിറം മാറി ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്കൊന്നും അടുക്കാൻ ധൈര്യമില്ല. എന്തിനത്? ദീനിയായ കാര്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ മുഖമൊക്കെ ചുവന്ന് ഗൗരവത്തിലിരിക്കെ ഈ അഅറാബി കടന്നു വന്നിട്ട് നബിയോട് ചിലത് ചോദിക്കാൻ വേണ്ടി അയാൾ ഒരുങ്ങിപ്പോകുക മുന്നിലേക്ക്. അപ്പൊ സാധാരണ അറാബികൾ വന്നാൽ, ബദവികൾ വന്നാൽ, കാട്ടുജാതി ആളുകൾ വന്നാൽ അവരെന്താ ചോദിക്കുക, എങ്ങനെ ചോദിക്കുക എന്നുള്ള സദാചാര മര്യാദകളൊന്നും പാലിക്കാറില്ല. അവരങ്ങോട്ട് ചോദിക്കൂ, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ചിലപ്പോ അത് ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റാത്ത തരം ചോദ്യങ്ങൾ പലതരത്തിലുണ്ട്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള സ്വഹാബികൾ, അവർക്കൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇവന്മാർ വരുന്നത് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇവർക്ക് ചോദിക്കാൻ പറ്റാത്തതൊക്കെ അവർ ചോദിക്കും, നാണല്ലാതെ ചോദിക്കും. അപ്പൊ ഉത്തരം അങ്ങനെ കേൾക്കാം, ഒരു പണിയില്ലാതെ പഠിക്കാം. അതുകൊണ്ട് അവരൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഈ വല്ലാത്ത ഗൗരവമുള്ള സമയത്ത് അറാബി കടന്നു വന്ന് ചോദിക്കാൻ പോയപ്പോ ഫഖാലു, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ പറഞ്ഞു, ലാ തഫ്അൽ, ഇപ്പൊ നീ ചോദിക്കാൻ മുന്നിലേക്ക് പോകല്ലേ. എന്തുകൊണ്ട്? നബിക്ക് വല്ലാത്ത ഗൗരവമാണ്. അവിടുന്ന് ദീനിയായ കാര്യത്തിൽ ഞങ്ങളോടൽപ്പം ദേഷ്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നീ എന്തെങ്കിലും കേറിച്ചെന്ന് ചോദിക്കരുത് സഹോദര, നീ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോ ഫഖാല, വന്ന ആള് പറഞ്ഞു, ദഊനി, നിങ്ങൾ എന്നെ വിട്ടേക്കൂ സഹോദരന്മാരെ, എന്നെ ഫ്രീ ആക്കി വിടൂ. ഫവല്ലദീ ബഅസഹു ബിൽ ഹഖ് നബിയ, ഈ നിൽക്കുന്ന മുഹമ്മദ് നബിയെ സത്യവുമായി നിയോഗിച്ച റബ്ബിനെ തന്നെ സത്യം. നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ എന്നെ വിടണം, എന്നെ നിങ്ങൾ തടയരുത്. അല്ലാഹുവിനെ തന്നെ സത്യം. ലാ അദഉഹു ഹത്താ യതബസ്സമ,
നബിയെ ചിരിപ്പിക്കാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. നബിയെ ചിരിപ്പിക്കാതെ സന്തോഷിപ്പിക്കാതെ ഞാൻ തിരിച്ചു പോകൂല എന്നും പറഞ്ഞിട്ട് സ്വഹാബികൾ ശ്വാസം പിടിച്ച് നിൽക്കുക. പടച്ചവനെ, ഈ ഒരു വിവേകമില്ലാത്ത സാധനം നീ എന്താന്നാവോ ചോദിക്കുക. അവര് ആശങ്കയോടെ കാത്തു നിൽക്കേ ഈ കാട്ടുജാതിയായ മനുഷ്യൻ, അറാബിയായ മനുഷ്യൻ കയറി ചെന്ന് എന്താ ചോദിച്ചത്? യാ റസൂലല്ലാഹ് ബലഗനാ അന്ന ദജ്ജാല യഅ്തിന്നാസ ബിസരീദ് വഖദ് ഹലകൂ ജുവാ. ഞങ്ങൾക്ക് ദീനിലെ പാഠം പഠിച്ചപ്പോൾ ഞങ്ങൾക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? കുറച്ച് കഴിഞ്ഞാൽ ദജ്ജാല് വരും. ദജ്ജാല് വരുമ്പോ യഅ്തിന്നാസ ബിസരീദ്, വിഭവ സമൃദ്ധമായ ഭക്ഷണവും കൊണ്ടാണ് ദജ്ജാല് വരിക. വഖദ് ഹലകൂ ജുവാ, അക്കാലത്തുള്ള മനുഷ്യർ പട്ടിണി കാരണം മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നാട്ടിലാകെ പട്ടിണിയുള്ള ഒരു സമയം, ഭക്ഷണത്തിന് അത്യാവശ്യമുള്ള. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിന് പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞാലും ഒരു യുദ്ധം ഇങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടട്ടെ, ഇന്ന് യുദ്ധം പൊട്ടിയാൽ നാളെ ഇവിടെ പട്ടിണി തുടങ്ങും അല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലേ? സമ്പന്ന രാജ്യങ്ങളിലൊക്കെ അപ്പക്കഷ്ണത്തിന് വേണ്ടി പ്ലെയിനുകളിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നും ഭക്ഷണപ്പൊതി കിട്ടാൻ വേണ്ടി ഇടികൂടുന്ന രംഗം നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നവരാണല്ലേ. അപ്പൊ പട്ടിണി, അങ്ങനെ ആകെ പട്ടിണി കാരണം മരണം മുന്നിൽ കാണുന്ന വേളയിൽ ഇവൻ ഫരീദുമായി വിഭവസമൃദ്ധമായ ഭക്ഷണവുമായി കടന്നു വരും നബിയെ. അതിങ്ങനെ ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോ അഫതറ, എന്റെ സംശയം എന്താ? ദജ്ജാല് വരുന്നതിലല്ല സംശയം, അവൻ ഭക്ഷണം കൊണ്ട് വരുന്നതിലുമല്ല സംശയം. എന്താ എന്റെ സംശയം? അഫതറ അൻ അകുഫ അൻ സരീദിഹി തഅഫുഫൻ ഹത്താ അഹ്ലിക, അതോ ഔ ആകുല ഫഅഖൂല ആമന്തു ബില്ലാഹി വകഫർതു ബിഹി. ദജ്ജാല് വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരുമ്പോ നാട്ടിലും നാട്ടുകാർക്കുമൊക്കെ പട്ടിണിയാകുമ്പോ ഇവിടെ 2-3 വഴിയുള്ളത് നബിയെ. ഒന്നുകിൽ ദജ്ജാലിന് വഴിപ്പെട്ട് അവന്റെ അന്നം കഴിച്ച് ജീവിക്കാം. കാരണം ഭക്ഷണം കിട്ടാനില്ല. ഭക്ഷണം എവിടെയുള്ളത്? ദജ്ജാലിന്റെ കയ്യിലാണുള്ളത്. അപ്പൊ അവന്റെ ഭക്ഷണം വാങ്ങി അവന്റെ അനുയായിയായി അവന്റെ കൂടെ പോകും ഒന്നുകിൽ. അല്ലെങ്കിലോ അവന്റെ ഭക്ഷണം സ്വീകരിക്കാതെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തഅഫുഫൻ, പരിശുദ്ധിയും വിശ്വാസവും നിലനിർത്തി ഹത്താ അഹ്ലിക, അങ്ങനെ നശിച്ചു പോകുക. ഇങ്ങനെ 2 വഴികളോടുകൂടി 3-മതൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പറ്റുമോ പറ്റൂലേ എന്ന് ചോദിക്കാനാ വന്നത്. എന്താണത്? ദജ്ജാല് ഭക്ഷണം നീട്ടുമ്പോ വൃത്തിയായിട്ട് കൈ നീട്ടിയിട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക. വയറ് നിറയുമ്പോ അവനോട് പറയാ ആമന്തു ബില്ലാഹി വകഫർതു ബിഹി, ഹംകെ നിന്നിൽ ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഞങ്ങൾ അള്ളാന്റെ ആൾക്കാരാണ്. അവനേതായാലും പറ്റിക്കാൻ വരുന്നവനല്ലേ, അപ്പൊ തിരിച്ചൊരു പറ്റിക്കൽ എന്തേ ആയിക്കൂടെ നബിയെ? എന്തായിരുന്നു കുഴപ്പം? ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഗൗരവത്തിലിരുന്ന പുന്നാര നബി ഊറി ചിരിച്ചു. ഹത്താ ബദത് നവാജിദുഹു, അണപ്പല്ലുകൾ കാണും വിധം പുന്നാര നബി തങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു, സുമ്മഖാലല്ല, ഈ പറഞ്ഞ 2 കാര്യം വേണ്ട. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരൂല, അവന്റെ അനുയായിയായി അവന്റെ പിറകെ പോകേണ്ടി വരൂല. ദജ്ജാല് പറ്റിക്കാൻ വരികയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് പറ്റിച്ചുകൂടെ? അതും വേണ്ട. ലാബൽ യുഗ്നീകല്ലാഹ് ബിമാ യുഗ്നീ ബിഹിൽ മുഅ്മിനീൻ, നീ പേടിക്കണ്ട, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വേറെ ചില വഴിയെന്ന് തുറന്നു കൊടുക്കും. അവരൊരിക്കലും പട്ടിണി കിടന്ന് മരിക്കുകയില്ല. അല്പം പരീക്ഷണങ്ങളും പട്ടിണി കൊണ്ടുള്ള പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരിക്കലും മുഅ്മിനീങ്ങളെ അല്ലാഹു പട്ടിണിക്കിട്ട് നശിപ്പിക്കുകയില്ല. അല്ലാഹു രക്ഷക്കുള്ള മാർഗം വിശ്വാസികൾക്ക് കാട്ടിക്കൊടുക്കുന്ന കൂട്ടത്തിൽ നിനക്കും 4-മതൊരു വഴി കാണിക്കും. അതുകൊണ്ട് ഈ 3 വഴിയും വേണ്ട എന്ന് പറഞ്ഞു കൊടുത്ത സംഭവം ഹദീസിൽ കാണാം. ഇങ്ങനെ നബി തങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ ചിരിച്ചു എന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത്. തീർന്നില്ല. അവിടത്തെ ഉന്നതമായ ഉദാത്തമായ സ്വഭാവം തുടർന്ന് ഇമാമുകൾ വിവരിക്കുന്നു. വകാന യറൽ ഇബൽ മുബാഹ ഫലാ യുൻകിറുഹു, അനുവദനീയമായ കളികളും വിനോദങ്ങളും നബി കണ്ടിരുന്നു. ശ്രദ്ധിക്കുക. അനുവദനീയമായ വിനോദങ്ങളും കളികളും നബി കണ്ടിരുന്നു. ഫലാ യുൻകിറുഹു, ഒരിക്കൽ പോലും അത്തരം വിനോദങ്ങളെ നബി എതിർത്തില്ല, തെറ്റാണെന്ന് പഠിപ്പിച്ചില്ല.
നമുക്കറിയാം മനുഷ്യ പ്രകൃതി മാനിക്കുന്ന ദീൻ. മനുഷ്യ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, മക്കളെ മര്യാദ പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, ദീനിന്റെ പ്രാഥമിക നിയമാവലികൾ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞോടുത്ത്. അത് മാത്രം പോരാ, അത് മാത്രം മതിയോ? മനുഷ്യ കുഞ്ഞ് വളരുമ്പോ എങ്ങനെയാണ് അവന് മര്യാദ പഠിപ്പിക്കേണ്ടത് എന്ന് ഹദീസിലൂടെ നാം പഠിച്ചിട്ടുണ്ടല്ലോ. ലാഇബൂഹും വഅദ്ദിബൂഹും. ലാഇബൂഹും അവരെ കളിക്കാൻ അനുവദിക്കണം എന്നല്ല പറഞ്ഞത്. ലാഇബൂഹും അവരോടൊന്നിച്ച് നിങ്ങൾ കളിക്കണം, അവരോടൊന്നിച്ച്, കുഞ്ഞുങ്ങളോടൊന്നിച്ച് നിങ്ങൾ കളിക്കണം. ആ കളിയോടൊപ്പം വഅദ്ദിബൂഹും, ആദ്യം മര്യാദ പഠിപ്പിച്ച് പിറകെ കളിക്കുള്ള ചാൻസ് കൊടുത്താലോ മര്യാദയോടൊരു പുച്ഛം തോന്നും കുഞ്ഞു മനസ്സിന്. അപ്പൊ കളിയിലൂടെ മര്യാദ പഠിപ്പിക്കുക, ഇതൊരു വലിയ സൈക്കോളജിയാണ്. ഇതാണ് പ്രായോഗികമാകുന്നതും. ഇനി കൊച്ചുകുട്ടിയാകുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കൊച്ചു കുഞ്ഞുങ്ങളായ സമയത്ത് നബി ആനക്കളി കളിച്ചത്, നാലുകാലിൽ നടന്ന് പേരമക്കൾ പുറത്തേറിയ സംഭവമൊക്കെ ഹദീസിലുണ്ട്. ഇനി കുറച്ച് വളർന്നു, ഇവർ കലാലയങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി, കോളേജിൽ പോകാൻ തുടങ്ങി. അപ്പോഴോ ഇവിടെ നമ്മൾ അറിയണം, രക്ഷിതാക്കൾക്ക് തെറ്റുപറ്റുന്നുണ്ട്. ദീനിന് അവിടെയും നിയമമുണ്ട്. കളിയും തമാശൊന്നും മുസ്ലിമീങ്ങൾക്ക് പറ്റൂല, പഠിച്ചോ. ഇത് രക്ഷിതാവ് പറഞ്ഞുകൂടാ. കലാലയങ്ങളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളോട് സമീപിക്കേണ്ട രീതി പരിശുദ്ധ ദീനിന്റെ നിയമാവലിയിൽ വ്യക്തമായി സ്പഷ്ടമായി കാണാം. ഇമാം ഗസ്സാലി റഹിമഹുല്ല ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, വയംബഗി അൻ യുഅ്ദന ലിസ്സബിയ്യി ബഅദൽ ഇൻസിറാഫി മിനൽ കുത്താബി അൻ യൽഅബ ലഇബൻ ജമീലാ. എന്താണത്? വയംബഗി അൻ യുഅ്ദന ലിസ്സബിയ്യി, കുട്ടികൾക്ക് അനുവാദം കൊടുക്കൽ സുന്നത്താണല്ല, അത്യാവശ്യം. വയംബഗി അൻ യുഅ്ദന ലിസ്സബിയ്യി, കുട്ടികൾക്ക് അനുവാദം കൊടുക്കൽ അനിവാര്യമാണ്. എന്ത്? ബഅദൽ ഇൻസിറാഫി മിനൽ കുത്താബ്, കലാലയങ്ങളിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന് പഠനത്തിന്റെ ടൈം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അനുവാദം കൊടുക്കൽ അത്യാവശ്യമാണ്. എന്ത്? അൻ യൽഅബ ലഇബൻ ജമീല, നല്ല കളിക്കുള്ള അനുവാദം കൊടുക്കുക, അത് അത്യാവശ്യം. കളി ഏതാ നോക്കണം. അനാചാരമുള്ള കളിയാകരുത്, അനിസ്ലാമിക ചുറ്റുപാടുകൾ കലർന്ന കളിയാകരുത്. നല്ല ജമീലായ കളികൾക്കുള്ള അനുവാദം രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കണം. വയസ്തരീഹ ബിഹി മിൻ തഅബിൽ മക്തബി, കലാലയങ്ങളിൽ നിന്ന് കിട്ടിയ ഈ വിരസമായ അവസ്ഥ, പഠനം മൂലമുണ്ടായ ഒരു മൂഡ് ഓഫ്, അതിൽ നിന്ന് മോചനം ലഭിക്കാൻ, മുക്തരായി കിട്ടാൻ ഇത് നല്ലതാകുന്നു. പറയുന്നത് നോക്കണം. കളി കൊണ്ട് തളരാത്ത വിധം, കുട്ടികൾ ക്ഷീണിക്കാത്ത വിധം. ക്രിക്കറ്റ് കളിച്ചോ, അങ്ങനെ പിന്നെ ഒരു 1-2-3 മണിക്കൂർ ഓടിയിട്ട് പിന്നെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവന് വായിക്കാൻ കഴിയുന്നില്ല, പിന്നെ ഉറങ്ങി തൂങ്ങാണ്. അപ്പൊ ക്ഷീണിക്കാത്ത വിധം അവന്റെ ഉല്ലാസത്തിനും ആരോഗ്യത്തിനും മാനസിക സന്തോഷത്തിനും അനിവാര്യമായ നിലയിൽ കളിക്കുള്ള അനുവാദം രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് നൽകണം. ഫഇൻ മുനിഅ അസ്സബിയ്യു മിനൽ ലഇബി, ഇനി ചില രക്ഷിതാക്കൾ ചെയ്യുന്നത് പോലെ നിനക്കിപ്പോ കളിക്കേണ്ട ടൈമല്ല, എത്ര ആയിരങ്ങളാ ഞാൻ കോഴ കൊടുത്തത് നിനക്കറിയോ? നിനക്കതിൽ ബോധമില്ലല്ലോ. മാത്രല്ല മാസം 10,000-ഉം ലക്ഷമൊക്കെ മുടക്കിയിട്ട് നീ ഇങ്ങനെ പുള്ള കളിച്ച് നടക്കിയ നടപടിയുള്ള കേസല്ല, മര്യാദക്ക് ഇരുന്ന് അങ്ങോട്ട് പഠിച്ചോ. ഫഇൻ മുനിഅ അസ്സബിയ്യു മിനൽ ലഇബി, അങ്ങനെ ഒരു രക്ഷിതാവ് കാർക്കശ്യം കാണിച്ചാൽ, വിനോദങ്ങൾക്ക് കുട്ടിക്ക് അവസരം കൊടുക്കാതെ നിന്നാൽ എന്താ സംഭവിക്കുന്നത്? യമൂതു ഖൽബുഹു, വിദ്യാർത്ഥികളുടെ ഖൽബ് ചത്തുപോകും, മനസ്സ് ചത്തുപോകും. വയബ്തുലു സകാഉഹു, ബുദ്ധിയുടെ മൂർച്ച കുറഞ്ഞു പോകും. വയലീഖു അലൈഹിൽ ഐഷ്, ജീവിതം അവർക്ക് കുടുസായി തോന്നും. ഹത്താ യത്ലുബൽ ഹീലത ഫിൽ ഖലാസി മിൻഹു, പഠിക്കുന്നതിൽ നിന്ന്, പഠനത്തിൽ നിന്ന്, രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം ഒരുപക്ഷെ അവർ ആലോചിച്ചേക്കാം. ഈ ഒരു കുടുംബത്തിൽ നിന്നിട്ടൊരു സമാധാനമല്ലല്ലോ. അങ്ങനെ നാട് വിട്ടുപോയ എത്ര കുമാരന്മാർ, ആൺകുട്ടികൾ
എന്തിനധികം ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ. മാസങ്ങൾക്ക് മുമ്പ് പത്രം വായിക്കുന്നതിനിടെ ചൊടലപ്പറമ്പ് ചരമകോളത്തിൽ നോക്കിയപ്പോ കണ്ടു ഒരു വാർത്ത. എന്താ? ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു. മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടി. എന്തിനാ തൂങ്ങി മരിച്ചത്? ഉമ്മായുടെ കർശനമായ, കുഞ്ഞിന്റെ ആത്മഹത്യാ കുറിപ്പിൽ, പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ കാണാം, ഉമ്മയുടെ അമിതമായ നിയന്ത്രണം മൂലം എന്റെ മനസ്സ് ചത്തു. വെളിയിൽ പോകാൻ ഉമ്മ സമ്മതിക്കൂല, വേണ്ട, പെൺകുട്ടിയല്ലേ. എന്നാൽ വീട്ടിലിരുന്നിട്ട് ടി വി കാണാൻ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ, ടിവിയും കമ്പ്യൂട്ടറും ദുരുപയോഗപ്പെടുത്താൻ പറ്റൂല. ഇന്നത്തെ കാലത്ത് ടി വി ഹറാം, കമ്പ്യൂട്ടറോ അതിലും വലിയ ഹറാം, ഇന്റർനെറ്റോ അതിലും വലിയ ഹറാം. അങ്ങനെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? അത് ഇന്ന് അനിവാര്യമായ ഒരു ഘടകമായി നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിച്ചു കഴിഞ്ഞു. അതിനെ നന്മയുടെ വശത്തിലേക്ക്, നല്ല ഭാഗത്തേക്ക് അതിനെ കൊണ്ടുവരിക. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വീടുകളിൽ കുട്ടി ഒറ്റയ്ക്ക് റൂമിൽ നിന്ന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യരുത്, ഉപയോഗിക്കരുത്. പച്ചയായി ഉമ്മയും ഉപ്പയും കാണുന്ന ഓപ്പണായ ഒരു മുറിയിൽ എല്ലാവരും കാണും വിധം അവനത് ഉപയോഗിക്കട്ടെ. എങ്കിൽ അനാവശ്യ മേഖലയിലേക്ക് പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ ടി വി ആണെങ്കിൽ ഒരു വാർത്ത കാണുക, അല്ലെങ്കിൽ പഠനാർഹമായ പല വിഷയങ്ങളുണ്ടാകും. അതൊക്കെ നിയന്ത്രിച്ചും കാര്യങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കാം. അതേതിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെ കുഞ്ഞിനെ ഒന്നിനും അനുവദിക്കാതിരുന്നപ്പോ അവസാനം എനിക്ക് ഇതിലും നല്ലത് മരണമാണെന്ന് പക്വതയില്ലാത്ത, ബോധമില്ലാത്ത ഒരു പെൺകുട്ടി തീരുമാനിച്ച് ആത്മഹത്യ ചെയ്തു. ഇതാണ് ഇമാം ഗസാലി റഹിമഹുല്ല വളരെ വ്യക്തമായി പഠിപ്പിച്ചത്. ഫഇൻ മുനിഅ അസ്സബിയ്യു മിനൽ ലഇബി യമൂതു ഖൽബുഹു വയബ്തുലു ദകാഉഹു ഹത്താ യത്ലുബൽ ഹീലത ഫിൽ ഖലാസ് മിൻഹു. ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനുള്ള വഴി ആ കുട്ടി ആലോചിച്ചേക്കാം. അതുകൊണ്ട് ദീനിന്റെ കാഴ്ചപ്പാട് വളരെ സുതാര്യവും വ്യക്തവും സുന്ദരവുമാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഫലിതങ്ങളും തമാശകളും കേട്ട് പുഞ്ചിരി തൂകി. അവരുടെ കവിതാലാപനങ്ങൾ കേട്ട് സുസ്മേരവദനരായി അവരുടെ ചാരത്തിരുന്നു. മഹദി ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതനാശദൂന ഇൻദഹുൽ അശ്ആർ. ചില വേളകളിൽ, സന്തോഷവേളകളിൽ, ആഹ്ലാദവേളകളിൽ നബിയുടെ സഖാക്കൾ, നബിയുടെ സ്വഹാബത്ത് ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ട് എന്താണ് അവരുടെ പണി? യതനാശദൂന ഇൻദഹുൽ അശ്ആർ. സുന്ദരമായ ഈരടികൾ, സുന്ദരമായ കവിതകൾ നബിയുടെ മുന്നിലിരുന്ന് അവർ ആലപിക്കുമ്പോ വഹുവ യതബസ്സമു, അവരുടെ ആലാപനത്തിൽ ആസ്വദിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് നബി അവരുടെ കൂട്ടത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഒഴിവുള്ള സമയത്ത് ചിലപ്പോൾ അങ്ങനെ സ്വഹാബത്ത് അങ്ങനെ യതനാശദൂനൽ അശ്ആർ, നല്ല കവിതകൾ ആലപിക്കുമ്പോ വഹുവ യതബസ്സമു. അബൂ ഖാലിദ് എന്ന മഹാൻ പറയുന്നുണ്ട്, കുൻതു അജ്ലിസു മഅ അസ്ഹാബി റസൂലില്ലാഹ്. ഞാൻ നബിയുടെ സ്വഹാബത്തിന്റെ കൂടെ പലപ്പോഴും അവരുടെ വട്ടത്തിൽ പോയി ഇരുന്നിട്ടുണ്ട്, അവരുടെ സദസ്സിൽ പോയി ഇരുന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കണ്ട അനുഭവം എന്താണെന്നറിയോ? വലാ യദ്കുറൂന ഇല്ല അശ്ശിഅറ ഹത്താ യതഫറഖൂ. ചില സദസ്സുകൾ, സ്വഹാബത്തിന്റെ ചില സദസ്സുകൾ, അവർ കൂട്ടുകാരൊക്കെ വല്ലപ്പോഴും കണ്ടുകൂടുമ്പോൾ അവർ ഒത്തൊരുമിച്ച് ഇരിക്കുമ്പോണ്ടാകുന്ന സദസ്സിൽ ഞാൻ കണ്ട കാഴ്ച, വലാ യദ്കുറൂന ഇല്ല അശ്ശിഅറ ഹത്താ യതഫറഖൂ. സദസ്സ് പിരിയുന്നത് വരെ വെറും കവിത തന്നെ, ഗാനം തന്നെ, ആസ്വദിക്കൽ തന്നെ. അപ്പൊ ചില സ്വഹാബികൾ എന്തത് ഇങ്ങനെ ആസ്വദിച്ച് പാട്ടുപാടാൻ, ഇടക്കൊന്ന് ഗൗരവത്തില് കരഞ്ഞൂടെ എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ സന്തോഷത്തിന്റെ സദസ്സാണ്, ഇപ്പൊ ഇവിടെ കവിതാലാപനത്തിന്റെ സദസ്സാണ്, നിനക്ക് പറ്റൂലേ, പതുക്കെ സ്റ്റാൻഡ് വിട്ടോ എന്ന് മറ്റു സ്വഹാബിമാർ പറയാറുണ്ടായിരുന്നു. എന്ത്? ഇപ്പൊ ഇവിടെ സന്തോഷിക്കേണ്ട വേളയാണ്, ഇപ്പോൾ നമ്മൾ ഇവിടെ പരസ്പരം കവിത ആലപിക്കുന്ന സദസ്സാണ്, നിനക്ക് പറ്റൂലേ, കുഴപ്പമില്ല, മൂട് തട്ടിപ്പോക്കോ എന്ന് എതിർക്കുന്ന സ്വഹാബികളോട് അവിടെ അതിന് പങ്കെടുത്ത് കവിത ആലപിക്കുന്ന സ്വഹാബിമാർ പറയാറുണ്ടായിരുന്നു. എന്തിനധികം സ്വഹാബത്ത് യാത്ര ചെയ്യുമ്പോ, യാത്രക്കിടയിൽ അങ്ങനെയല്ലോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റിയറിംഗിൽ താളം പിടിച്ചിട്ട് അങ്ങനെ പാട്ടുപാടുന്ന ആളുകൾ എനിക്കറിയാം, കുഴപ്പമില്ല. യാത്രക്കിടെ സ്വഹാബത്ത് ഗാനമാലപിക്കാറുണ്ടായിരുന്നു, കവിത ചൊല്ലാറുണ്ടായിരുന്നു. അവരുടെ കവിതകളുടെ താളത്തിനനുസരിച്ച് ക്ഷീണമറിയാതെ ഒട്ടകം പോലും നടക്കാറുണ്ടായിരുന്നു. ഒട്ടകം പോലും ആ
കവിതയുടെ താളത്തിനനുസരിച്ച് ക്ഷീണമറിയാതെ നടന്നു. എന്തിനാ? കൊച്ചുകുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി. നല്ല പാട്ട് കേട്ട നല്ല ശക്തമായ കരച്ചിൽ അങ്ങോട്ട് നിർത്തുമല്ലോ, നിർത്തൂലേ? അതിന് ഈ സംഗീതത്തിനല്ലെങ്കിൽ ഇത്തരം ശ്രവണ സുന്ദരമായ മധുരമുള്ള ഇത്തരം സംഗതികൾക്ക് ഒരു മാസ്മരിക ശക്തിയുണ്ട്. അതിന് വിശേഷ ബുദ്ധിയൊന്നും വേണ്ട അത് ആസ്വദിക്കാൻ, അല്ലേ? പക്ഷി പറവകൾ പോലും സംഗീതം ആസ്വദിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പറവകൾ, പക്ഷികൾ, ഖുർആനാണ് പറയുന്നത്. അങ്ങനെ ഇവർ യാത്രക്കിടയിൽ കവിത ചൊല്ലും. യുദ്ധമുഖത്ത് ഭടന്മാർക്ക് ശക്തിയും കരുത്തും പകരാൻ അവർ കവിത ആലപിക്കാറുണ്ടായിരുന്നു. ശക്തമായ ഘോരഘോരമായ സംഘട്ടനം നടക്കുമ്പോ ഇടയിൽ കയറി ഒരു കവി ചൊല്ല, എടാ വാളിന്റെ കീഴെ നീ മാന്യനായിട്ട് മരിക്കുന്നില്ലെങ്കിൽ, എന്ത് വാളിന്റെ താഴെ മാന്യതയോടുകൂടെ മരിക്കാൻ നീ തയ്യാറില്ലെങ്കിൽ നിന്യനും നിസ്സാരനുമായിട്ട് വിരിപ്പിൽ കിടന്ന് ചക്രശ്വാസം വലിച്ചങ്ങോട്ട് പോയിക്കോ. മാന്യമായ റാങ്കുള്ള മരണം വാളിന് കീഴെയുള്ള മരണം എന്ന് പറഞ്ഞിട്ട് ഭടന്മാർക്ക് ആവേശം കൊടുക്കുക. ഈ ആവേശം കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. എത്ര സംഭവങ്ങൾ. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഖന്ദഖ്. ഖന്ദഖ് രണാങ്കണത്തിലേക്ക് നബി തങ്ങൾ കടന്നു ചെന്നപ്പോൾ എന്ത് കാഴ്ചയാണ് കാണുന്നത്? ഫഇദൻ അൽ മുഹാജിറൂന വൽ അൻസാറു യഹ്ഫിറൂൻ. മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്ത് കിടങ്ങ് കീറുകയാണ്, കുഴിക്കുകയാണ്. ക്ലേശിച്ച് വളരെ ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാനില്ല, പ്രയാസപ്പെട്ട് അവർ കിടങ്ങ് കിളക്കുമ്പോ, അവർ യുദ്ധത്തിനൊരുങ്ങുമ്പോ, ക്ലേശകരമായി അധ്വാനിക്കുന്നത് കണ്ടപ്പോ അവരുടെ തളർച്ചയും വിശപ്പും നബി കണ്ടപ്പോ നബി തങ്ങൾ എന്താ ചെയ്തത്? ഖന്ദക്കിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്ന് സ്വഹാബത്ത് അധ്വാനിക്കുന്ന രംഗം കണ്ടിട്ട് അവരുടെ പട്ടിണിയും ക്ഷീണം കണ്ടപ്പോ നബി എന്താ ചെയ്തത്? അവരുടെ ക്ഷീണം മാറ്റാൻ ഒരു ഒറ്റമൂലി മുത്തുനബി പ്രയോഗിച്ചു. എന്താ അവരെ കണ്ടപ്പോ ഇവിടുന്ന് പറഞ്ഞത്? അല്ലാഹുമ്മ ലാ ഈശ ഇല്ലാ ഈശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അവിടെ കടന്നു ചെന്ന് ചൊല്ലിയത് അതാണ്. അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. പടച്ചോനെ, ജീവിതം എന്ന് വെച്ചാൽ ഐശുൽ ആഖിറ, പാരത്രിക ജീവിതമാണല്ലോ. യഥാർത്ഥ ജീവിതം റബ്ബേ, ഇവിടത്തെ ജീവിതം ജീവിതമല്ലല്ലോ. ഇവിടത്തെ ജീവിതം നാശമാണല്ലോ. ഇവിടത്തെ ജീവിതം നഷ്ടമാണല്ലോ. പരലോക ജീവിതത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ഈ ജീവിതം ജീവിതം തന്നെയല്ലല്ലോ. അല്ലാഹുവേ, ഇന്നൽ ഐശ, യഥാർത്ഥ ജീവിതം ഐശുൽ ആഖിറ, പരലോക ജീവിതമാണല്ലോ റബ്ബേ. അതുകൊണ്ട് എന്റെ പാവപ്പെട്ട ശിഷ്യഗണങ്ങളിതാ, എന്റെ സഖാക്കളിതാ ഇവിടെ കഷ്ടപ്പെടുന്നു. മുഹാജിറുകളും അൻസാറുകളുമായ എന്റെ കുട്ടികൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഈ പ്രാർത്ഥന കേട്ടപ്പോ സഹാബത്ത് എന്താ? ഫഖാലു മുജീബീന ലഹു. നബിക്ക് മറുപടിയായി അവർ തിരിച്ചൊരു പാട്ട്. നമ്മൾ ഈ കുഴങ്ങിയ നേരത്തെ ഒരു ഒലക്കമ്മല പാട്ട് വല്ലതും തിന്നാൻ കൊടുന്നെന്ന അവർ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നല്ല അവർ പറഞ്ഞത്. ഫഖാലു മുജീബീന ലഹു. നബിയുടെ ഈ കവിതക്ക് മറുപടിയായിട്ട് അവരവിടുന്ന് ഇങ്ങോട്ട് നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ബുഖാരിയിൽ കിതാബുൽ ജിഹാദിൽ ഇത് വളരെ വ്യക്തമായിട്ട് കാണാം. മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അവരെന്താ മറുപടി പറഞ്ഞത്? നബിയെ, കുഴപ്പമില്ല, ഞങ്ങളെ പട്ടിണി ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങളുടെ ക്ഷീണം ഞങ്ങൾ പരിഗണിക്കുന്നില്ല, വിഷയമാക്കുന്നില്ല. എന്തുകൊണ്ട്? നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ.
ഞങ്ങളൊരു ഗ്രൂപ്പാണ്, ഞങ്ങളൊരു സംഘമാണ്. മുഹമ്മദ് നബിയോട് ഞങ്ങൾ കരാറ് ചെയ്തിട്ടുണ്ട്, പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. അലൽ ജിഹാദി മാ ബഖീനാ അബദാ, ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ള കാലമത്രയും, ഞങ്ങളുടെ ശരീരത്തിൽ ആത്മാവുണ്ടാകുന്ന കാലമത്രയും പരിശുദ്ധ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ, ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന സത്യപ്രതിജ്ഞ ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ നബിയെ. അതുകൊണ്ട് ഞങ്ങളുടെ പട്ടിണിയും ക്ഷീണവും ഞങ്ങൾ വിഷയമാക്കുന്നില്ല. തിരിച്ചിങ്ങട്ട് ഇങ്ങനെ എത്ര അഹ്സാബ് യുദ്ധമുഖത്തേക്ക് കയറി ചെന്നിട്ട് നബി തങ്ങൾ കവിത ആലപിക്കുന്നു. സത്യവിശ്വാസികൾക്ക് കരുത്ത് പകരാൻ, അവർക്ക് ആവേശം പകരാൻ, ഈമാനികമായ ഉന്മേഷമുണ്ടാക്കാൻ വേണ്ടി അഹ്സാബ് രണാങ്കണത്തിൽ കടന്നു ചെന്ന് നബി പാടി, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദീനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. അല്ലാഹുമ്മ ലൗല അന്ത മഹ്തദൈന, പടച്ചവനെ നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴി അറിയില്ലായിരുന്നല്ലോ. പടച്ചവനെ നീ ഇല്ലെങ്കിൽ പിന്നെ ഹിദായത്തില്ലല്ലോ റബ്ബേ. വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ, ഞങ്ങൾ നിസ്കരിക്കൂലല്ലോ റബ്ബേ, ഞങ്ങൾ ദാനം ചെയ്യൂലല്ലോ റബ്ബേ. പക്ഷേ നീ ഉള്ളത് കൊണ്ട്, നിന്റെ ഹിദായത്ത് കിട്ടിയത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് റബ്ബേ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. റബ്ബേ അതുകൊണ്ട് ഫഅൻസിലൻ സകീനതൻ അലൈനാ, പടച്ചോനെ ഞങ്ങൾക്ക് ശാന്തി താ. ഞങ്ങൾക്കിപ്പോൾ സമാധാനം ആവശ്യമുള്ള നേരാണ്, ഞങ്ങളൊരു സമരമുഖത്താണുള്ളത്. അതുകൊണ്ട് ശാന്തി ഇറക്കിത്താ റബ്ബേ. തീർന്നില്ല, വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ, ഞങ്ങൾ ശത്രു സംഘത്തെ കാണുമ്പോൾ ഞങ്ങളുടെ കാലുകളെ നീ ബലം താ, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്ത്. തോറ്റോടുന്ന ഗതികേട് ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങളുടെ പാദങ്ങളെ നീ യുദ്ധഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിത്താ പടച്ചോനെ. ഇങ്ങനെ അല്ലേ ഹുനൈന് രണാങ്കണത്തില് ഒരു വല്ലാത്ത യുദ്ധാണ് ഹുനൈന് യുദ്ധം. വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് പലരും ഓടി, നബിയും ചെറിയൊരു ന്യൂനപക്ഷവും മാത്രം രണാങ്കണത്തിൽ അവശേഷിച്ചു. ആ സമയത്ത് നബി തങ്ങൾ അവിടത്തെ വെള്ള കോവർ കഴുതയുടെ പുറത്തിരിക്കാൻ അനങ്ങീല നബി. പലരും തോറ്റോടി. സത്യവിശ്വാസികളുടെ ഗ്രൂപ്പിൽ നിന്നൊരു ഭൂരിഭാഗം ആളുകളും പിന്തിരിഞ്ഞോടിയപ്പോ അനങ്ങീല നബി രണാങ്കണത്തിൽ ഉറച്ചു നിന്നിട്ട് മുശ്രിക്കുകളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്. ഞാൻ നബിയാണ്, കളവല്ലടാ, കളവല്ല, ഞാൻ നബിയാണ്. അവരൊക്കെ ഓടിപ്പോയത് കൊണ്ട് ഞാൻ എൻ്റെ തിയറി മാറ്റുന്നു നിങ്ങൾ വിചാരിച്ചോ? സംഘടന രൂപീകരിച്ച ഞാൻ പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടിയാക്കുന്നു നിങ്ങൾ തീരുമാനിച്ചോ? ഇല്ല, അവരാര് പോയാലും ശരി, അനന്നബിയോ ലാ കദിബ്, ഞാൻ നബി തന്നെയാണടാ, കളവല്ല. അനബ്നു അബ്ദിൽ മുത്തലിബ്, എനിക്ക് തന്തയും തറവാടുണ്ടടാ, അബ്ദുൽ മുത്തലിബിന്റെ മോനാണടാ ഞാൻ ഇളകുന്ന പ്രശ്നമല്ല. ഇത് കിബറല്ല, ഇത് അള്ള പറയിപ്പിച്ചതാണ്. യുദ്ധമുഖത്ത് ഒരടി കിട്ടിയാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ രീതി ഉണ്ടല്ലോ, അത് യുദ്ധമുഖത്ത് ഒരു വെട്ട് കൊള്ളുമ്പോൾ അടുത്ത ആളെ വെട്ടാട്ട് കൊടുക്കുക ഇല്ല. എല്ലാത്തിനും ഒരു മേഖല ഉണ്ട്, എല്ലാത്തിനും ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലപിച്ച ചില ബൈത്തുകൾ വ്യക്തമായിട്ട് നമുക്ക് ഹദീസിൽ കാണാം അല്ലേ. സ്വഹാബത്ത് അങ്ങനെ തന്നെ. കഅബ് അബ്ദുല്ലാഹിബ്നു റവാഹ അടക്കമുള്ള ആളുകൾ വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു, അങ്ങനെ തുടങ്ങിയിട്ടത് പാടിയാലും ആലപിച്ചാലും ഉദ്ധരിച്ചാലും തീരൂല. അവരെ മനസ്സിന്റെ സങ്കടം അവർ നബിയോട് വന്ന് പറഞ്ഞത് വരെ കവിതയിൽ അങ്ങനെ കാണാം. അഅമശുൽ മാസിനി റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയാണ്, നബിയോടൊരു സങ്കടം പറയാൻ വന്നു. എന്താ സങ്കടം? ഭാര്യ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അങ്ങനെ പോയ ഭാഗം നോക്കിയിട്ട് ഇയാൾ ഭാര്യനെ തെരഞ്ഞ് ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന ആളുടെ കൂടെ ഇവള് ജീവിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ആ ആളടുത്ത് ചെന്ന് പറഞ്ഞു, പൊന്നാര ചങ്ങാതി, അത് എൻ്റെ കെട്ടിയോളാ, അതുകൊണ്ട് അവളങ്ങോട്ട് തിരിച്ചു തരണം. ഇതിപ്പോ നമ്മളാണെങ്കിൽ അങ്ങനെ പിന്നാലെ പോവും. അന്നത്തെ ഒരു കൾച്ചറാണത്.
അന്നത്തെ ഒരു സാഹചര്യം. ഇന്നിപ്പോ അറബികൾ, അറേബ്യയിൽ ഇന്നത്തെ അവസ്ഥ അതാണല്ലോ. ഒരു പെണ്ണ് തെറ്റിപ്പോകുന്നത് ഭർത്താവിന് വലിയ പേടിയാ. അബ്ദുറഹ്മാൻ ഇങ്ങോട്ട് വിളിക്കും പെണ്ണ് ഭാര്യ, അബ്ദുറഹ്മാൻ എവിടെ വാ, ഈ കുട്ടീനെ അങ്ങോട്ട് എടുക്ക്. ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാല് നമ്മുടെ മലപ്പുറത്തുള്ള കട നടത്തുന്ന കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, ഒരു ബാണ്ടക്കെട്ട് മുഴുവൻ ഷോപ്പിംഗ് നടത്തിയിട്ട് പച്ചക്കറിയും ധാന്യവും തുണിയും കുപ്പായും ഒക്കെ മേടിച്ചിട്ട് ഇവന്റെ കൈ കണ്ട് കൊടുക്കും. അവള് ഹുറുമ്മയല്ലേ, അവൾ അങ്ങനെ അങ്ങോട്ട് നടക്കും. തെറ്റിപ്പോകുന്നത് പേടിയാണ്. അപ്പൊ ആ രാജ്യത്തെ അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണിന് കൊടുത്ത സ്ഥാനാണത്, അതറിയണം നമ്മള്. അപ്പോ ഇങ്ങനെ പിണങ്ങിപ്പോയ പെണ്ണിനെ അന്വേഷിച്ച് ചെന്ന് അവളെ വിളിച്ചു നോക്കി, അവള് വരാൻ തയ്യാറല്ല. ഇവനോ, ഈ പുതിയ കാമുകനോ വിടാനും തയ്യാറല്ല, കുടുങ്ങിയില്ലേ. ഇവൻ സങ്കടത്തോടെ ഈ സ്വഹാബി മഹാനായ അഅ്മശുൽ മാസിനി എന്ന സ്വഹാബി തിരുസന്നിധിയിലേക്ക് ഓടി വന്നിട്ട്, യാ സയ്യിദന്നാസി വദയ്യാനൽ അറബ് ഇലൈക അഷ്കൂ ദിർബതം മിനസ്സിറബ്. അദ്ദേഹം പാടാണ് ഈ സങ്കടമുള്ള നേരത്ത്, യാ സയ്യിദന്നാസി വദയ്യാനൽ അറബ് ഇലൈക അഷ്കൂ ദിർബതം മിനസ്സിറബ്. ഇമാം അഹ്മദ് മുസ്നദിലും ബൈഹഖിയും അങ്ങനെ ഒരുപാട് മുഹദ്ദിസുകൾ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ഈ ചരിത്ര സംഗതി എന്താ നബിയോട് പറഞ്ഞ്, യാ സയ്യിദന്നാസി, ജനങ്ങളുടെ സയ്യിദേ, ജനങ്ങളുടെ നേതാവേ. ഇന്നിപ്പോ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ ചൊല്ലുമ്പോ ചിലർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. എന്തിനാ അവിടെ ഒരു സയ്യിദിന? സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, മുഖത്ത് നോക്കിയിട്ട് അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് സയ്യിദിനെ കൂട്ടിയത്. ബുഖാരിയിൽ സയ്യിദിനെ കാണുന്നില്ലല്ലോ, അങ്ങനെ സയ്യിദിനെ ഇല്ലാത്ത സ്വലാത്തുണ്ട്, അത് നമ്മൾ എതിർക്കണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അങ്ങനെ സ്വലാത്തുണ്ട്, അതും സ്വലാത്താണ്. ഇനി സയ്യിദിനെ കൂട്ടിയാലോ, സ്വഹാബികൾ സയ്യിദിനെ കൂട്ടി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, നബിയുടെ മുഖത്ത് നോക്കി സയ്യിദിനെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന് തന്നെ. സഹോദരന്മാരെ, ഇവിടെ പച്ചക്ക് ഇസ്ലാമിന്റെ പേരിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ. എവിടുന്ന് കിട്ടി ഇവന്മാർക്ക് ഈ സയ്യിദിന? എവിടുന്ന കിട്ടിയതോ? സഹാബികളിൽ നിന്ന് കിട്ടി, ഹദീസിൽ നിന്ന് കിട്ടി. അറിയാതെ നിങ്ങൾ എതിർക്കരുതൊരു വസ്തുത. യാ സയ്യിദന്നാസി വദയ്യാനൽ അറബ്, ജനങ്ങളുടെ സയ്യിദായവരെ, ദയ്യാനൽ അറബ്, അറബികളുടെ ഭരണാധികാരിയെ, അറബികളുടെ അധികാരിയായ ആളെ. യാ സയ്യിദന്നാസി വദയ്യാനൽ അറബ് ഇലൈക അഷ്കൂ ദിർബതം മിനസ്സിറബ്. ഈ പാവപ്പെട്ടവനൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്, ഒരു സങ്കടം അങ്ങയോട് പറയാനുണ്ട്. ദിർബതം മിനസ്സിറബ്, ഈ വൃത്തികെട്ട പെൺവർഗത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ചതിയിൽ നിന്ന് ഞാൻ അങ്ങയോട് സങ്കടം പറയാണ് നബിയേ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഈ സംഭവമൊക്കെ ഉദ്ധരിച്ച് ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്ന ഒരു പാഠം. എന്താ പാഠം? മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും പാട്ടുപാടുകയും ആ പാട്ടിനൊത്ത് ചില ഭാവപ്രകടനങ്ങൾ നടത്തുകയും, പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ബോഡിക്കൊരു ചലനമൊക്കെ വരും, അതും തെറ്റല്ല. ഈ മുസ്ലിയാർ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ സിനിമകളൊക്കെ പള്ളിയിൽ നിന്ന്, കഴിഞ്ഞ ആഴ്ച സിനിമകളൊക്കെ പിന്നെ കല്യാണ മണ്ഡപമാക്കി എന്ന് പറഞ്ഞ് പള്ളിയിൽ സിനിമയും കൊണ്ടുവരാനേറ്റ പ്രസംഗിക്കുമോ? അത് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ രേഖയില്ലാതെ, ഹദീസിന്റെ പിൻബലമില്ലാതെ, ഖുർആനിന്റെ ആയത്തില്ലാതെ ഇത്രയും ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി ഇൻഷാ അല്ലാഹ് പറയൂല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ, പഠിച്ചോളൂ. എന്താ? പാട്ട് കേൾക്കുമ്പോ ചില പ്രകടനങ്ങളൊക്കെ അല്ലെ. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു, മുസ്ലിമീങ്ങൾക്കിടയിൽ പതിവുണ്ട്. എന്താ പതിവ്? അക്കാലത്തുള്ള പതിവാണ് ഇമാമ് പറയുന്നത്. ഹജ്ജ് യാത്രക്കൊരുങ്ങുമ്പോ യാത്രക്കാരും വീട്ടുകാരും പാട്ടുപാടുക. ഇപ്പൊ ഇന്ന് ഹജ്ജിന് പോകുമ്പോ നമ്മൾ നല്ല പോത്തറുത്തിട്ട് നെയ്ച്ചോറൊക്കെ കൊടുക്കലില്ലേ? അങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ള. കുഴപ്പമൊന്നുമില്ല, കടം മേടിച്ച് ചെയ്യേണ്ടെന്നുള്ളൂ, ചെയ്തോ. സ്വതക്ക എന്തിന്റെ പേരിൽ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, കടം മേടിച്ച് ചെയ്യേണ്ട. ആദ്യം തന്നെ ഈ ഹജ്ജിന് പോകാൻ ലോൺ എടുത്തുക്കുക. എന്നിട്ട് പിന്നെ ഈ പുറമെന്താ, പോത്ത് മേടിക്കാനോ ബ്ലേഡുകാരന്റെ വട്ടിയിൽ നിന്ന് പലിശയും വാങ്ങുക. ഇടപാട് വേണ്ട, ഉണ്ടെങ്കിൽ സ്വതക്ക ചെയ്താൽ മതി, അല്ലാത്ത ഇടപാട് വേണ്ട. അപ്പോ ഹജ്ജിന് പോകുന്ന സമയത്ത് ഹാജിമാരും കുടുംബവും പാട്ടുപാടുക, അതുപോലെ തന്നെ പെരുന്നാൾ സുദിനത്തിൽ പാട്ടുപാടുക, അതുപോലെ തന്നെ വിവാഹാഘോഷ വേളകളിൽ സന്തോഷിക്കുകയും പാട്ടുപാടുകയും ചെയ്യുക.
അതുപോലെ യാത്രക്കാരൻ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷത്തിലൊരു ഇജ്തിമാഅ് കോൺഫറൻസ്, അവിടെ ഒരു പാട്ട്. അതുപോലെ തന്നെ സുന്നത്ത് കല്യാണം, ചേലാകർമ്മം കുട്ടിയുടെ ചെയ്യുമ്പോൾ അവിടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല തോന്നുന്നുണ്ട്, ആരും അറിയാതെ വല്ല ഹോസ്പിറ്റലിൽ പോയിട്ടാണ് കട്ട് ചെയ്തിട്ട് പോരും. നമ്മുടെ നാട്ടിൽ അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷെ കാസർഗോഡൊന്നും ഇന്നും അങ്ങനെയല്ല. കഴിഞ്ഞ ആഴ്ച ഒരു സ്നേഹിതനെ ഞാൻ കണ്ടു, പൊന്നു ചങ്ങാതി കൊച്ചിന്റെ സുന്നത്ത് കല്യാണം കഴിച്ചിട്ട് 1 ലക്ഷം റുപ്യ അങ്ങോട്ട് ചെലവായി ഉണ്ടായതാണ്. 1 ലക്ഷം റുപ്യ പറഞ്ഞാൽ കൂട്ടും കുടുംബവും എല്ലാവരും വിളിച്ചിട്ട് ഒരു ടോപ്പ് പാർട്ടി, ഒരു ഫുഡ്. കുഴപ്പമില്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ടോപ്പ് ഫുഡ് കൊടുത്തു ആൾക്കാർ വൃത്തിയായിട്ട് കഴിച്ച് സന്തോഷമായിട്ട് പോയിക്കോട്ടെ. അവിടെ ഒരു ബിദ്അത്തും ഹറാമൊന്നുമില്ല. കഴിയുമെങ്കിൽ ഭക്ഷണം കൊടുക്കൽ തെറ്റല്ലല്ലോ. വിശക്കുന്ന മനുഷ്യന് നല്ല ഭക്ഷണം ശാപ്പാട് കൊടുക്കുക എന്താ തെറ്റ്? കുഴപ്പമില്ല. പിന്നെ ഗാനമേള വരുത്തി, അത് ചില്ലറ ഗാനമേള അല്ലായിരുന്നു, കുറച്ച് കൂടിയ ഗാനമേളയായിരുന്നു. അങ്ങനെയൊക്കെ പാട് 1 ലക്ഷം റുപ്യ അങ്ങോട്ട് പൊട്ടിയത്. അങ്ങനെ ദൂർത്ത് വേണ്ട. ദൂർത്തില്ലാത്തത് സുന്നത്ത് കല്യാണത്തിന്റെ സമയത്ത്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സുന്നത്ത് കല്യാണത്തിന്റെ അന്ന് ഉപ്പ കുറച്ച് പൊറാട്ടയൊക്കെ ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് കൊച്ചാപ്പാരി എല്ലാവരും വിളിച്ചിട്ടൊന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി. എന്താ ഇപ്പോൾ കുഴപ്പം? ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ സുന്നത്ത് കല്യാണം കഴിച്ചന്ന്. അത് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അഖീഖ അറുക്കുന്ന വേളയിൽ കുട്ടിയുടെ മുടി കളയുന്ന ദിവസം നമ്മൾ അറുത്തു കൊടുക്കുമ്പോൾ അന്നൊരു സന്തോഷം, പാട്ടുപാടല്. അതുപോലെ കുറേ കാലമായിട്ട് കണ്ടുകിട്ടിയ കൂട്ടുകാർ ഒരു ദിവസം ഒരു വീട്ടിൽ അങ്ങോട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അപ്പോൾ ഒരു പാട്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. ഇമാം അക്കാലത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അന്നത്തെ മുസ്ലിമീങ്ങളുടെ സംസ്കാരം പറയാൻ. ഇതൊക്കെ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. കുല്ലു ദാലിക മുബാഹുൻ, എല്ലാം അനുവദനീയമാണ്, എല്ലാം അനുവദനീയമാണ്. ഇമാം ഗസാലി പറയുന്നു. പക്ഷേ ഇവിടെ അനിസ്ലാമികത കേറരുത്, ദൂർത്ത് കേറരുത്, ആണും പെണ്ണും സങ്കലനം ഉണ്ടാകരുത്. അനിസ്ലാമിക കാര്യം എന്താന്ന് നമുക്കറിയാലോ. ഇസ്ലാമിക വേഷവിധാനത്തിന് വിരുദ്ധമായ വസ്ത്രം പാടില്ല. മറ്റു ഹറാമുകൾ കടന്നു വരാത്ത വിധം ഇത്തരം ആഘോഷവേളകളിൽ പാട്ടുപാടുന്നത് കൊണ്ട് വിരോധമില്ല. എവിടെ തെളിവ്? തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹിയയിൽ തുടർന്ന് തെളിവ് പറയാണ്. ഇഷ്ടം പോലെ ഹദീസ് എടുത്ത് വാരി വലിച്ചണ്ട് എഴുതിക്കണം. ഇൻഷാ അല്ലാഹ് എന്താ അതിനുള്ള തെളിവ്? നല്ല ഹരള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനോദങ്ങളോടുള്ള സമീപനം, അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തയാഴ്ച അത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കപ്പെട്ട ഉല്ലാസവും ആഹ്ലാദവും വിനോദവും അതേതെന്നു മനസ്സിലാക്കി അത് ചെയ്യാനും നിഷിദ്ധമായവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.